നല്ല രാത്രിക്കായിട്ട് പിന്നെയും ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. ദൈവപാദപീഠത്തിൽ ഈ രാത്രികാലവും ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കുന്നല്ലോ. ഈ രാത്രികാലം നമ്മൾ ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൽ നിന്നാണ് ചിന്തിക്കുന്നത്. ഈ ലേഖനത്തെ നമ്മൾ 3ആയിട്ട് വിഭാഗിച്ച് പഠിക്കുന്നു. ഒന്നാമത്തെ ഭാഗം 1-2 അധ്യായങ്ങൾ വ്യക്തിപരമായ വിഷയങ്ങൾ, അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. അതിന്റെ രണ്ടാമത്തെ ഭാഗം, അതിന്റെ 3-4 അധ്യായങ്ങൾ ഉപദേശപരമായ വിഷയങ്ങൾ, ആ ഭാഗമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ മൂന്നാമത്തെ ഭാഗം 5-6 അധ്യായങ്ങൾ ജീവിതപരമായ വിഷയങ്ങൾ. രണ്ടാമത്തെ ഭാഗം ഉപദേശപരമായ വിഷയത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ നിന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. 3-ാമത്തെ അധ്യായം നമ്മൾ 4ആയിട്ട് വിഭാഗിച്ച് പഠിക്കുന്നു. അതിന്റെ 1-ാമത്തെ ഭാഗം 1 മുതൽ 5 വരെയുള്ള വേദഭാഗങ്ങൾ. ഈ അധ്യായം എന്ന് പറയുന്നത് ന്യായപ്രമാണം കൂടാതെ വിശ്വാസത്താൽ മാത്രമാണ് രക്ഷയെന്ന് തെളിയിക്കുവാൻ തക്കവണ്ണം അപ്പോസ്തലനായ പൗലോസ് 4 വിധ തെളിവുകൾ ഈ അധ്യായത്തിൽ നിരത്തുന്നു. 4 ഭാഗങ്ങളായിട്ട് നമ്മൾ അതിനെ പഠിക്കുകയാണ്. 1-ാം ഭാഗം, അതിന്റെ 1 മുതൽ 5 വരെയുള്ള വേദഭാഗങ്ങൾ, ഗലാത്യരുടെ അനുഭവം. ഈ വിഷയമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചത്. രണ്ടാമത്തെ ഭാഗം, അതിന്റെ 6 മുതൽ 9 വരെയുള്ള വേദഭാഗങ്ങൾ, അബ്രഹാമിന്റെ മാതൃക. 3-ാമത്തെ ഭാഗം, അതിന്റെ 10 മുതൽ 14 വരെയുള്ള വേദഭാഗങ്ങൾ, പഴയ നിയമ തിരുവെഴുത്തുകളുടെ സാക്ഷ്യം. 4-ാമത്തെ ഭാഗം, അതിന്റെ 15 മുതൽ 21 വരെയുള്ള വേദഭാഗങ്ങൾ, മനുഷ്യ ഇടപാടിൽ ദൈവിക ഉടമ്പടിയുടെ പരിശുദ്ധി. ഇതിൽ രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. അതിന്റെ 6 മുതൽ 9 വരെയുള്ള വേദഭാഗങ്ങൾ, അബ്രഹാമിന്റെ മാതൃക. വിശ്വാസത്താലുള്ള നീതീകരണം എന്ന ഉപദേശം തെളിയിക്കുന്നതിന് ഒന്നാമത് ഗലാത്യരുടെ അനുഭവം പൗലോസ് 1 മുതൽ 5 വരെയുള്ള വേദഭാഗങ്ങളിൽ കൂടി ചൂണ്ടിക്കാട്ടിച്ചു. മറ്റൊരു ഉദാഹരണമായിട്ട് പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ച അബ്രഹാമിനെ ഇവിടെ പൗലോസ് എടുത്തു കാട്ടുന്നു. യഹൂദന്മാരും യഹൂദവാദികളും അബ്രഹാമിനെ തങ്ങളുടെ പൂർവ്വപിതാവായിട്ട് അംഗീകരിക്കുന്നവരാ. യഹൂദന്മാരൊക്കെയും അബ്രഹാമിനെ തങ്ങളുടെ പൂർവ്വപിതാവായിട്ട് അംഗീകരിക്കുന്ന കൂട്ടത്തില്. നാം താമസിക്കുന്ന ഈ രാജ്യത്ത് ഒരു അബ്രഹാമിക് ഫാമിലി ഹൗസ് ഉണ്ട്, അബുദാബി സാദിയാത്ത് ഐലൻഡില്. വിസിറ്റേഴ്സിന് അവിടെ ബുക്ക് ചെയ്ത് പോവാം. ഞാനിതുവരെ പോയിട്ടില്ല. എന്താണ് അവിടെ ഉള്ളത്? അവിടെ ഒരു മോസ്ക് ഉണ്ട്. എമിനൻസ് അഹമ്മദ് അൽതായബ് മോസ്ക് എന്ന് പറഞ്ഞൊരു മോസ്ക് അവിടെയുണ്ട്. അവിടെ ഒരു കാത്തലിക് ചർച്ച് ഉണ്ട്. അവിടെ ഒരു ചർച്ചാണ് സെയിന്റ് ഫ്രാൻസിസ് ചർച്ച്. അവിടെ ഒരു സിനഗോഗ് ഉണ്ട്. ആ സിനഗോഗിന്റെ പേരെന്ന് പറയുന്നത് മോസസ് ബെൻ മെയ്മോൻ സിനഗോഗ് എന്ന. മോസസ് ബെൻ മെയ്മോൻ എന്ന് പറയുന്ന വ്യക്തി ഒരു തോറ സ്കോളറാണ്. യഹൂദന്മാരുടെ ഗ്രന്ഥമാണല്ലോ തോറ. അദ്ദേഹം ഒരു റബി ആയിരുന്നു. അദ്ദേഹം ഒരു ഫിലോസഫർ ആയിരുന്നു. 1138 മുതൽ 1204 വരെയുള്ള കാലഘട്ടത്തിൽ ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു. He was inspired by മോസസ് ഒരുപാട് സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം. വെളിപ്പാടും അറിവുമുള്ള ഒരു ഉത്തമ പുരുഷനായിരുന്നു മോസസ് എന്നാണ് അദ്ദേഹം വിശ്വസിച്ചതും മറ്റുള്ളവരെ പഠിപ്പിച്ചതും. ഞാൻ പറഞ്ഞു വന്നത്, ഈ അബ്രഹാമിക് ഫാമിലി ഹൗസ്, ആ മോസസ് അല്ലെങ്കിൽ തന്നെയും അവര് ആ സിനഗോഗിന് ഇട്ടേക്കുന്ന പേരിനകത്തിൽ മോസസ് ഉണ്ട്. അവിടെ അബ്രഹാമിന്റെ പേര് നമുക്ക് കാണാം.
പറഞ്ഞു വന്നത്, യഹൂദന്മാർ തങ്ങളുടെ പൂർവ്വപിതാവായി അംഗീകരിച്ച വ്യക്തിയാണ് അബ്രഹാം. ദൈവം മോശ മുഖാന്തരം അവർക്ക് ന്യായപ്രമാണം നൽകപ്പെട്ടതിന് വളരെ മുൻപേ ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു അബ്രഹാം, നമുക്കറിയാം. 6-ാം വാക്യത്തിലേക്ക് വായിക്കാം. നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വേദഭാഗം ഗലേഷ്യൻസ് ചാപ്റ്റർ 3:6. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ. എവിടെയാ ഉള്ളത്? ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ. ജെനസിസ് ചാപ്റ്റർ 15:6. അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവൻ അവന് നീതിയായി കണക്കിട്ടു. അവൻ യഹോവയിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. ഇത് വീണ്ടും പുതിയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട്. റോമാലേഖനത്തിൽ, റോമാലേഖനം 4-ാം അധ്യായം അതിന്റെ 1 മുതൽ 3 വരെയുള്ള വേദഭാഗങ്ങൾ. ബുക്ക് ഓഫ് റോമൻസ് ചാപ്റ്റർ 4:1-3. എന്നാൽ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം ജഡപ്രകാരം എന്തു പ്രാപിച്ചു എന്ന് പറയണ്ടു. അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടു എങ്കിൽ അവന് പ്രശംസിപ്പാൻ സംഗതിയുണ്ട്, ദൈവസന്നിധിയിൽ ഇല്ലതാനും. തിരുവെഴുത്ത് എന്ത് പറയുന്നു? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്ന് തന്നെ. എന്നാൽ എന്നാൽ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം ജഡപ്രകാരം എന്തു പ്രാപിച്ചു എന്ന് പറയേണ്ടു. അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടു എങ്കിൽ അവന് പ്രശംസിപ്പാൻ സംഗതിയുണ്ട്, ദൈവസന്നിധിയിൽ ഇല്ലതാനും. തിരുവെഴുത്ത് എന്ത് പറയുന്നു? പിന്നെ കോട്ട് ചെയ്തിരിക്കുക. ഉൽപ്പത്തി പുസ്തകം നാം വായിച്ചതില് 15-ാം അധ്യായം 6-ാം വാക്യം കോട്ട് ചെയ്തിരിക്കുന്നു. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്ന് തന്നെ. എന്താണ് അബ്രഹാം വിശ്വസിച്ചത്? ദൈവത്വത്തിന്റെ ആളത്വത്തിലും ദൈവം കൊടുത്ത വാഗ്ദത്തത്തിലുമാണ് അബ്രഹാം വിശ്വസിച്ചത്. അവൻ ദൈവത്തെ പൂർണ്ണമായും കലവറ കൂടാതെയും വിശ്വസിച്ചു. യാതൊരു ബൗണ്ടറിയും വെക്കാതെ കർത്താവിനെ ദൈവത്തെ വിശ്വസിക്കുവാൻ തക്കവണ്ണം അബ്രഹാമിന് സാധിച്ചു. അത് അവന് നീതിയായി കണക്കിട്ടു. ഹല്ലേലൂയ. പിൽക്കാലത്ത് അബ്രഹാം തന്റെ പുത്രനെ യാഗമർപ്പിക്കുകയും തന്റെ വിശ്വാസം തെളിയിക്കുന്ന പല കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു. പിൽക്കാലത്ത് അബ്രഹാം തന്റെ പുത്രനെ യാഗം അർപ്പിച്ചോ? ഞാൻ അങ്ങനെ പറഞ്ഞതല്ലേ? അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്. അബ്രഹാം തന്റെ പുത്രനെ യാഗം അർപ്പിച്ചെന്ന്. എബ്രായ ലേഖനം എടുത്താട്ടെ, 11-ാം അധ്യായം അതിന്റെ 17 മുതൽ 19 വരെയുള്ള വേദഭാഗങ്ങൾ. ബുക്ക് ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ 11 വേഴ്സ് 11 to 19. വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസിച്ചു. അബ്രഹാം, എബ്രായ ലേഖനം 11-ാം അധ്യായം അതിന്റെ 17 മുതൽ 19 വരെയുള്ള വേദഭാഗങ്ങൾ. വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസ്ഹാക്കിനെ യാഗം അർപ്പിച്ചു. 17-ാമത്തെ വാക്യം. വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസ്ഹാക്കിനെ യാഗം അർപ്പിച്ചു. വിശ്വാസത്താൽ അബ്രഹാം ദൈവം ചെയ്ത വാഗ്ദത്തത്തിന്റെ നിവർത്തി മകനിൽ കൂടെയാണ് ഉണ്ടാകേണ്ടതെന്നറിഞ്ഞിട്ടും തന്റെ ഏകജാതനായ പുത്രനെ അർപ്പിക്കുവാൻ തക്കവണ്ണം തയ്യാറായതാണ് അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ ശ്രേഷ്ഠത. ദൈവം ഒരു വാഗ്ദത്തം അവന് കൊടുത്തിട്ടുണ്ടായിരുന്നു.
ആ വാഗ്ദത്തം നിലനിൽക്കെ ദൈവം ചെയ്ത ആ വാഗ്ദത്തത്തിന്റെ നിവൃത്തി തന്റെ പുത്രനായ ഇസ്ഹാക്കിൽ കൂടെയാണ് ഉണ്ടാകേണ്ടതെന്ന് അറിഞ്ഞിട്ടും തന്റെ ഏകജാതനായ പുത്രനെ യാഗം അർപ്പിക്കുവാൻ തക്കവണ്ണം തയ്യാറായതാണ് അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ ശ്രേഷ്ഠത. നമ്മളായിരുന്നെങ്കിൽ എന്തോ ചോദിച്ചേനെ, അപ്പൊ നീ മുമ്പേ പറഞ്ഞ കാര്യം എന്തോ ആവും, വാഗ്ദത്തം എങ്ങനെ ആകും എന്ന് നമ്മളൊരു പക്ഷെ ദൈവത്തോട് ചോദിച്ചേനെയുമായിരുന്നു അല്ലേ. അവനിൽ കൂടി ആ സകല തലമുറകളും ഉണ്ടാകാനിരിക്കുന്നത്. അങ്ങനെ ഒരു വാഗ്ദത്തമാണ് അബ്രഹാമിന് ദൈവം കൊടുത്തത്. അങ്ങനെ ഒരു വാഗ്ദത്തം ദൈവം കൊടുത്തിരിക്കെ ആ വാഗ്ദത്തം നിലനിൽക്കുമ്പോൾ തന്റെ പുത്രനെ യാഗമർപ്പിക്കുവാൻ തക്കവണ്ണം ദൈവം പറയുന്നു. അതുകൊണ്ടാണ് അവിടെ വായിക്കുന്നത്, വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ. അബ്രഹാം എങ്ങനെയാ പരീക്ഷിക്കപ്പെട്ടത്? ഒന്നാമതായിട്ട് ഈ ബാലനെയും കൊണ്ട് 3 ദിവസത്തെ വഴി പോകണമെന്ന ദൈവകൽപ്പന. നടന്നാ പോകുന്നത്. 3 ദിവസം നടക്കണം. ദൈവത്തെ ആരാധിക്കാൻ പോവാ, യാഗം കഴിക്കാൻ പോവാ. ഇന്നത്തെ പിള്ളേര് 3 മണിക്കൂർ നടക്കുവോ? പ്രയാസമാ. 3 മണിക്കൂർ കാറേ പോവും. അതുപോലും പ്രയാസമായിരിക്കും അല്ലേ. അടുത്തെങ്ങും ആരാധന ഇല്ലയോ എന്ന് ചോദിക്കും അല്ലേ. ഈ 3 മണിക്കൂർ യാത്ര ചെയ്ത് ആരാധിക്കാൻ പോകേണ്ട കാര്യമുണ്ട്. ഈ അടുത്തെങ്ങും ആരാധന ഇല്ലയോ? സ്തോത്രം. അപ്പോൾ 3 ദിവസത്തെ വഴി പോകൽ, ഈ ബാലനെയും കൂട്ടിക്കൊണ്ട് പോകണമെന്ന ദൈവകൽപ്പന. ഒന്നാമത്തെ പരീക്ഷണം. രണ്ടാമത്തെ പരീക്ഷണം, മരണത്തിന് കൂട്ടിക്കൊണ്ടു പോകുന്ന മകനെ കൂടെ കൂടെ നോക്കുന്നത്. ഒരു അപ്പന്റെ ഹൃദയം ഒന്ന് ചിന്തിച്ചേ. ഈ 3 ദിവസം ഇവനെ കൊണ്ട് പോവാ. ഇടയ്ക്കിടയ്ക്ക് ഇവനെ നോക്കുമ്പോൾ അപ്പന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന വിങ്ങൽ എത്രയാകും? ദൈവം അവനോട് കൽപ്പിച്ചത് അവനെ യാഗം കഴിക്കാനായിട്ട്. ആ 3 ദിവസം അബ്രഹാം അനുഭവിച്ച വേദന എത്രയുണ്ടാകും? രണ്ടാമത്തെ പരീക്ഷണം. മൂന്നാമത്തെ പരീക്ഷണം, ഇവൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, അപ്പൊ യാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ? ഒരു പിതാവിന്റെ ഹൃദയം പിളർത്തുന്ന ചോദ്യം അത്. നമ്മളിപ്പോ ഇത് കൂളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു, നമ്മൾ കൂളായിട്ട് വായിക്കുന്നു. പക്ഷെ ആ സമയത്ത് അബ്രഹാമിന്റെ ഹൃദയത്തിന്റെ വിങ്ങൽ എത്രയാണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റുമോ? വിശ്വാസത്താൽ അബ്രഹാമിന്റെ ഹൃദയം ആ സമയത്ത് ഉത്തേജിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ ദൈവത്തെ എന്തേലുമൊക്കെ പറഞ്ഞിട്ട് ചെറുക്കനെയും കൊണ്ട് വീട്ടിൽ പോയിന്. ശരിയല്ലേ? ആ വിശ്വാസത്തിന്റെ ആഴമാ. വെറുതെ അല്ല അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവെന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ആ വിശ്വാസത്തിന്റെ ആഴം കാരണമാണ് അബ്രഹാമിന് നിലനിൽക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞത്. 18-ാമത്തെ വാക്യം വായിച്ചിട്ട്, ഇസ്ഹാക്കിൽ നിന്ന് ജനിക്കുന്നവൻ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്ന അരുളപ്പാട് ലഭിച്ച് വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ തന്റെ ഏകജാതനെ അർപ്പിച്ചു. ഇസ്ഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടുമെന്ന അരുളപ്പാട് ലഭിച്ചു. വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ തന്റെ ഏകജാതനെ അർപ്പിച്ചു. ഫിസിക്കലി അവൻ യാഗം കഴിച്ചില്ല, പക്ഷെ അവന്റെ വിശ്വാസത്താൽ ഇസ്ഹാക്കിനെ യാഗം കഴിപ്പിച്ചെന്നാണ് എഴുതിയേക്കുന്നത്. ഇസ്ഹാക്ക് മരിക്കുകയാണെങ്കിൽ ദൈവവാഗ്ദത്തം എങ്ങനെ നിറവേറ്റുമെന്ന് അബ്രഹാമിന് ചോദിക്കാമായിരുന്നു. ദൈവത്തോട് ചോദിച്ചോ? അബ്രഹാം ചോദിച്ചില്ല. ദൈവം കൊടുത്ത വാഗ്ദത്തവും ദൈവം കൊടുത്ത കൽപ്പനയും പൊരുത്തപ്പെടുത്തേണ്ടത്
ദൈവത്തിന്റെ കാര്യമാണെന്ന് അബ്രഹാം മനസ്സിലാക്കി. ആരാ കൽപ്പന കൊടുത്തത്? ദൈവം. ആരാ വാഗ്ദത്തം കൊടുത്തത്? ദൈവം. അപ്പൊ ഇത് രണ്ടും പൊരുത്തപ്പെടുത്തേണ്ടതിന്റെ ഉത്തരവാദിത്വം ഇത് തന്നവനാണെന്ന് അബ്രഹാം വിശ്വസിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് വിശ്വാസ ജീവിതത്തിൽ പലരും പരാജയപ്പെടുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പല ന്യായവാദങ്ങളും പറയും. വാഗ്ദത്വവും കൽപ്പനയും കോൺട്രഡിക്റ്റ് ചെയ്താൽ നമ്മുടെ നിലപാട് എന്താകും? നമ്മൾ ദൈവത്തോട് ചോദ്യം ചോദിക്കും, അല്ലേ? നീ ഇങ്ങനെ ഒരു വാഗ്ദത്തം ചെയ്തിട്ട് എന്നോട് ഇങ്ങനെ ചെയ്യാൻ പറയണം. നമ്മൾ ന്യായവാദങ്ങൾ ചോദിക്കും. അബ്രഹാം ചോദിച്ചില്ല. കാരണം ദൈവമാണ് വാഗ്ദത്തം കൊടുത്തതെന്നും ദൈവമാണ് കൽപ്പന കൊടുത്തതെന്നും ഇത് പൊരുത്തപ്പെടുത്തേണ്ടത് ദൈവത്തിന്റെ ഉത്തരവാദിത്തമാണെന്നും അബ്രഹാം മനസ്സിലാക്കി. ദൈവത്തിന് സ്തോത്രം. 19-ാം വാക്യം. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവം ശക്തനെന്ന് എണ്ണുകയും അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവം ശക്തനെന്ന് എണ്ണുകയും അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവം ശക്തനെന്ന് എണ്ണി. ഇത് വിശ്വാസത്തിന്റെ അസാധാരണത്വമാ, എക്സ്ട്രീം ലെവലാണ്. കാരണം ദൈവം അതിനു മുമ്പ് ആരെയും ഉയർപ്പിച്ചതായിട്ട് തെളിവില്ല. ഉണ്ടോ? ഇല്ല. നോഹയുടെ കാലത്ത് മഴ പെയ്യുമെന്ന് പറഞ്ഞ പോലെ അതിനുമുമ്പ് മഴ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം അതിനു മുൻപ് ആരെയും ഉയർപ്പിച്ചതായിട്ട് അറിയത്തില്ല. എങ്കിലും ദൈവം ഇസഹാക്കിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ശക്തനാണെന്ന് അബ്രഹാം അചഞ്ചലമായിട്ട് വിശ്വസിച്ചു. ദൈവത്തിന് സ്തോത്രം. അവൻ കാണാത്തത് വിശ്വസിക്കുകയായിരുന്നു. അതാ നമ്മൾ കുറച്ചു മുമ്പ് പാടിയത്, കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. ദൈവത്തിന് സ്തോത്രം. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവം ശക്തനെന്ന് എണ്ണുകയും അവരുടെ ഇടയിൽ നിന്ന്, ആരുടെ ഇടയിൽ നിന്ന്? മരിച്ചവരുടെ ഇടയിൽ നിന്ന്. അതായത് അബ്രഹാമിന്റെ മനസ്സിൽ ഇസഹാക്കിനെ യാഗമർപ്പിച്ച് കഴിഞ്ഞിരുന്നു. ഹല്ലേലൂയ. അവനെ വെട്ടാൻ നേരം ദൈവം ഇന്ററപ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ അബ്രഹാം അവനെ വെട്ടിയേനെ, സംശയമൊന്നുമില്ല. അബ്രഹാമേ ബാലന്റെ മേൽ കൈവെക്കരുതെന്ന് ദൈവശബ്ദം ആ വെട്ടുന്ന സമയത്ത് അബ്രഹാം കേട്ടില്ലായിരുന്നെങ്കിൽ, ദൈവം ഇടപെട്ടില്ലായിരുന്നെങ്കിൽ അബ്രഹാം വെട്ടിയേനെ. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവം ശക്തനെന്ന് എണ്ണുകയും അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ, അതായത് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനെ പോലെ എന്നർത്ഥം. സദൃശ്യമായ പുനരുത്ഥാനമായി ഇവിടെ കാണുന്നത്. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു. വിശ്വാസത്താൽ അബ്രഹാം ഇസ്ഹാക്കിനെ യാഗമാക്കി. ദൈവത്തിന് സ്തോത്രം. വിശ്വാസത്തിന്റെ കാര്യത്തിൽ അബ്രഹാമിന്റെ ഭാര്യ സാറയുടെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞു പോകാം. എബ്രായ ലേഖനം 11-ാം അധ്യായം 11-ാമത്തെ വാക്യം വായിച്ചിട്ട്. വിശ്വാസത്താൽ സാറായും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ
പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. ഇന്നലെ 57 വയസ്സുള്ള ഒരാളിന് കുഞ്ഞ് ജനിച്ചെന്ന് നമ്മൾ കേട്ടു. ആർക്കെങ്കിലും അവിശ്വാസമുണ്ടോ? നമ്മൾ ഇതൊക്കെയാ വായിക്കുന്നത്. അവിശ്വാസം കയറി വരുമോ ഹൃദയത്തില്? ഇതെങ്ങനെയാ സംഭവിച്ചേ? ഇത് ദൈവത്താൽ സംഭവിച്ചു. ദൈവത്തിന് സ്തോത്രം. അബ്രഹാം സാറ ദമ്പതികളുടെ കുടുംബജീവിതം ഇത്ര അനുഗ്രഹമായി തീരുവാനുള്ള കാരണം എന്താ? 2 എണ്ണലുകൾ നമ്മളവിടെ വായിച്ചു. അതായത് ദൈവം വിശ്വസ്തനെന്ന് എണ്ണുന്ന സാറ 11-ാം വാക്യം, ദൈവം ശക്തനെന്ന് എണ്ണുന്ന അബ്രഹാം 19-ാം വാക്യം. ദൈവം വിശ്വസ്തനെന്ന് എണ്ണുന്ന സാറയും ദൈവം ശക്തനെന്ന് എണ്ണുന്ന അബ്രഹാമും. എന്തോ നമുക്കുള്ള പാഠം? ഭാര്യയും ഭർത്താവും ഒരേ നിലയിൽ ദൈവത്തെ സ്നേഹിച്ചാൽ അവരുടെ കുടുംബജീവിതം അനുഗ്രഹമാകും. ഒരാൾ തെക്കോട്ടും ഒരാൾ വടക്കോട്ടും പോയാൽ കുടുംബജീവിതം അനുഗ്രഹമാകില്ല. അത് അവരുടെ കുഞ്ഞുങ്ങളെയും ബാധിക്കും. കുഞ്ഞുങ്ങളോട് അപ്പനും അമ്മയും പറയുന്നത് ഒന്ന് തന്നെ ആയിരിക്കണം. പരമപ്രധാനമായിട്ട് വിശ്വാസത്തിന്റെ കാര്യത്തിലും അത് തന്നെയായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവം വിശ്വസ്തനെന്ന് എണ്ണുന്ന സാറയെയും ദൈവം ശക്തനെന്ന് എണ്ണുന്ന അബ്രഹാമിനെയും നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. മടങ്ങി വരാം 7-ാം വാക്യത്തിലേക്ക്. അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ എന്ന് അറിവീൻ. അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ എന്നറിവീൻ. ഏതുകൊണ്ട്? അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടതുകൊണ്ട്. വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ എന്നറിവീൻ. അബ്രഹാം ജാതികളുടെയും യഹൂദന്മാരായ എല്ലാ വിശ്വാസികളുടെയും പിതാവാണ്. വിശ്വാസം മാത്രമാണ് അവരെ തന്റെ മക്കളാക്കുന്നത്, പരിച്ഛേദനയല്ല. ദൈവത്തിന് സ്തോത്രം. അതുപോലെ പ്രവൃത്തികളാലല്ല അബ്രഹാം നീതീകരിക്കപ്പെട്ടത്. നമ്മൾ റോമാലേഖനം 4-ാം അധ്യായം വായിച്ചായിരുന്നു. ഒന്നുകൂടെ ആ വേദഭാഗം ഒന്ന് വായിച്ചായിട്ട്, റോമൻസ് ചാപ്റ്റർ 4 verse 2 and 3. അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടുവെങ്കിൽ അവന് പ്രശംസിപ്പാൻ സംഗതിയുണ്ട്, ദൈവസന്നിധിയിൽ ഇല്ലതാനും. തിരുവെഴുത്ത് എന്തു പറയുന്നു? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്ന് തന്നെ. ദൈവത്തിന് സ്തോത്രം. പ്രവൃത്തികളാലല്ല അബ്രഹാം നീതീകരിക്കപ്പെട്ടത്. ഏതെങ്കിലും സൽപ്രവൃത്തി ചെയ്യുന്നതിന് മുൻപേ അവൻ നീതീകരിക്കപ്പെട്ടു വിശ്വാസത്താൽ. സോ അബ്രഹാം അവൻ ജാതികളുടെയും യഹൂദന്മാരായ എല്ലാ വിശ്വാസികളുടെയും പിതാവാണ്. വിശ്വാസം മാത്രമാണ് അവരെ തന്റെ മക്കളാക്കുന്നത്, പരിച്ഛേദനയല്ല. രണ്ടാമത് ഞാൻ പറഞ്ഞ കാര്യം, പ്രവൃത്തികളാലല്ല അബ്രഹാം നീതീകരിക്കപ്പെട്ടത്. ഏതെങ്കിലും സൽപ്രവൃത്തി ചെയ്യുന്നതിന് മുൻപായിട്ട് അബ്രഹാം നീതീകരിക്കപ്പെട്ടു. ദൈവത്തെ വിശ്വസിച്ചതിന് ശേഷമുള്ള എല്ലാ പരീക്ഷകളിലും അബ്രഹാം വിജയിക്കുന്നതായിട്ടും കാണുന്നു. കൽദേരുടെ പട്ടണമായ ഊരിൽ നിന്ന് വിട്ടുപോകുന്നതായിരുന്നു 1-ാമത്തെ പരീക്ഷ. ദൈവം അവനോട് പറഞ്ഞു, നിന്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ടിറങ്ങാൻ. അവനനുസരിച്ചു. എളുപ്പമാണോ?
പ്രയാസമുള്ള കാര്യമാണ്. നമ്മൾ വായിക്കുമ്പോൾ എളുപ്പമായിട്ട് തോന്നും. രണ്ടാമത്, വൃദ്ധനായ ശേഷം മകൻ ജനിക്കുമെന്ന് പറഞ്ഞത് രണ്ടാമത്തെ പരീക്ഷ. ഇസ്ഹാക്കിനെ യാഗമർപ്പിക്കുവാൻ കൽപ്പിച്ചത് മൂന്നാമത്തെ പരീക്ഷ. പക്ഷെ ദൈവമാണ് കൽപ്പിച്ചതെങ്കിൽ അബ്രഹാമിന് പിന്നെ അപ്പീലില്ലായിരുന്നു. അനുസരിക്കണോ വേണ്ടയോ എന്നൊരു ചോദ്യം അബ്രഹാമിന്റെ ജീവിതത്തിൽ പിന്നുദിച്ചില്ല. ദൈവമാണോ പറഞ്ഞത്, ദൈവത്തിൽ വിശ്വസിക്കുക, അനുസരിക്കുക. ഇതായിരുന്നു അബ്രഹാമിന്റെ പോളിസി. നമ്മൾ അബ്രഹാമിനെ കുറിച്ച് പഠിക്കുമ്പോൾ 7-ാമത്തെ വാക്യം ഇപ്രകാരം വായിച്ചു: അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ എന്നറിവീൻ. അതായത് അബ്രഹാമിന്റെ വിശ്വാസം പ്രാവർത്തികമാക്കുന്നവരാണ് അബ്രഹാമിന്റെ മക്കൾ. ആരെങ്കിലും അബ്രഹാമിന്റെ മക്കളാണെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അവർ ആ പൂർവ്വപിതാവിന്റെ സാദൃശ്യമുള്ളവരായിരിക്കണം. യോഹന്നാന്റെ സുവിശേഷത്തിൽ എന്താ അതേക്കുറിച്ച് പറയുന്നത്? 8-ാം അധ്യായം അതിന്റെ 39-ാമത്തെ വാക്യം. ബുക്ക് ഓഫ് ജോൺ ചാപ്റ്റർ 8 വേഴ്സ് 39. അവർ അവനോട്, അബ്രഹാം ആവുന്നു ഞങ്ങളുടെ പിതാവ് എന്ന് ഉത്തരം പറഞ്ഞതിന് യേശു അവരോട്, നിങ്ങൾ അബ്രഹാമിന്റെ മക്കളെങ്കിൽ അബ്രഹാമിന്റെ പ്രവൃത്തികളെ ചെയ്യുമായിരുന്നു. അവർ അവനോട്, അബ്രഹാം ആകുന്നു ഞങ്ങളുടെ പിതാവ് എന്നുത്തരം പറഞ്ഞതിന് യേശു അവരോട് പറയുന്നു, നിങ്ങൾ അബ്രഹാമിന്റെ മക്കളെങ്കിൽ അബ്രഹാമിന്റെ പ്രവൃത്തികളെ ചെയ്യുമായിരുന്നു. ആരോടാ യേശു ഇത് പറയുന്നത്? തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോടാ യേശു ഇത് പറയുന്നത്. അബ്രഹാം ഞങ്ങളുടെ പിതാവാകുന്നു എന്ന് അവർ യേശുവിനോട് പറഞ്ഞപ്പോൾ യേശു പറയുന്നു, നിങ്ങൾ അബ്രഹാമിന്റെ മക്കളെങ്കിൽ അബ്രഹാമിന്റെ പ്രവൃത്തികളെ ചെയ്യുമായിരുന്നു. എന്തായിരുന്നു അബ്രഹാമിന്റെ പ്രവൃത്തി? ദൈവത്തിൽ വിശ്വസിച്ച് ദൈവം പറഞ്ഞത് അതുപോലെ ചെയ്തത്. ഇതായിരുന്നു അബ്രഹാമിന്റെ പ്രവൃത്തി. ഓർക്കുക, ആത്മീയ പുത്രത്വം രക്തത്തിൽ നിന്നല്ല, വിശ്വാസത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ദൈവത്തിന് സ്തോത്രം. ആത്മീയ പുത്രത്വം അത് രക്തത്തിൽ നിന്നല്ല. നമ്മളൊക്കെയും പിതാവിന്റെ രക്തത്താൽ ജനിച്ചവരാ, ഈ ലോകപ്രകാരം ജഡത്തിൽ. അതുപോലെ ആത്മീയ പുത്രത്വം അത് രക്തത്തിൽ നിന്നല്ല, വിശ്വാസത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചപ്പോഴാണ് നാം വീണ്ടും ജനനം പ്രാപിച്ച് ദൈവത്തിന്റെ മക്കളായി തീർന്നത്. ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ ഗിസസിലെ മീറ്റിംഗിൽ ചിന്തിച്ച കാര്യമായത്. ഒരു മനുഷ്യൻ രക്ഷയിലേക്ക് കടന്നു വരുന്നത് എങ്ങനെയാ? അവനിൽ അനുതാപം ഉണ്ടാകുന്നു, അവനിൽ മാനസാന്തരം ഉണ്ടാകുന്നു, അവൻ വിശ്വസിക്കുന്നു, അവൻ കർത്താവിനെ ഏറ്റുപറയുന്നു, അവൻ രക്ഷയിലേക്ക് കടക്കുന്നു. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ വചനത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നു. അപ്പോൾ ആത്മീയ പുത്രത്വം അത് വിശ്വാസത്തിൽ നിന്നുണ്ടാകുന്നതാ. ആത്മീയമായിട്ട് അബ്രഹാം പിതാവ് എന്ന് ഒരുവന് പറയാൻ സാധിക്കണമെങ്കിൽ അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചതുപോലെ ആ വ്യക്തിയും വിശ്വസിക്കണം. അബ്രഹാമിന്റെ പ്രവൃത്തികളെ അവൻ ചെയ്യണം. അതാ യേശു പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ നാട്ടിൽ ചോദിക്കുന്നത് കേട്ടിട്ടില്ലേ, ഇവൻ എങ്ങനാ ഇങ്ങനൊരു മോൻ ഉണ്ടായത്? ആൾക്കാർ ചോദിക്കുന്നത് കേട്ടിട്ടില്ലേ?
ഇവൻ എങ്ങനെയാ ഇങ്ങനെ ഒരു മോനുണ്ടായത്? അതിന്റെ കാരണം എന്താ? അതിന്റെ കാരണം ആ അപ്പന്റെ ഒരു ഗുണവും ആ മോനിലില്ല. അതുകൊണ്ടല്ലേ ആൾക്കാർ അങ്ങനെ ചോദിക്കുന്നത്. ഇതുപോലെ യഹൂദന്മാർ യേശുവിനോട് പറയാം, ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളാ. അപ്പൊ യേശു പറയുന്നു, നിങ്ങൾ അബ്രഹാമിന്റെ മക്കളാണെങ്കിൽ നിങ്ങൾ അബ്രഹാമിന്റെ പ്രവൃത്തികളെ ചെയ്യുമായിരുന്നു. സ്തോത്രം. തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. 1 Timothy chapter 1 verse 2. അപ്പൊസ്തലനായ പൗലോസ് വിശ്വാസത്താൽ നിജപുത്രനായ തിമോത്തിയോസിന് എഴുതുന്നത്, പിതാവായ ദൈവത്തിങ്കിൽ നിന്നും നമ്മുടെ മതി. കർത്താവ് അപ്പോസ്തലനായ പൗലോസ് നിജപുത്രനായ തിമോത്തിയോസിന് എഴുതുന്നത്. അത് ഇംഗ്ലീഷിലൊന്ന് വായിച്ചേ. To Timothy, my true child in the faith. To Timothy, my true child in the faith. KJV അത് എഴുതിയിരിക്കുന്നത് my own son in the faith. ജഡപ്രകാരം തിമോത്തിയോസ് പൗലോസിന്റെ മോനായിരുന്നു. പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിച്ചാട്ട്. Book of Acts chapter 16 verse 1. അവൻ ദർബയിലും ലുസ്ത്രയിലും ചെന്നു. അവിടെ വിശ്വാസമുള്ള ഒരു യഹൂദ സ്ത്രീയുടെ മകനായി തിമോത്തിയോസ് എന്ന പേരുള്ള ഒരു ശിഷ്യനുണ്ടായിരുന്നു. അവന്റെ അപ്പൻ യവനനായിരുന്നു. അവന്റെ അപ്പൻ, തിമോത്തിയോസിന്റെ അപ്പൻ യവനനായിരുന്നു. അവന്റെ അമ്മ വിശ്വാസമുള്ള ഒരു യഹൂദ സ്ത്രീയുമായിരുന്നു. 2 Timothy chapter 1 verse 5 ഒന്ന് വായിച്ചാട്ട്. 2 തിമോത്തിയോസ് 1-ാം അധ്യായം 5-ാം വാക്യം. ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവീസിലും അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു, നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. തിമോത്തിയോസിന്റെ അമ്മ യുനീക്കയും വലിയമ്മ ലോവീസും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. സോ പോൾ വാസ് ദ സ്പിരിച്വൽ ഫാദർ ഓഫ് തിമോത്തി. ആത്മീക പിതാവായിരുന്നു. ഹിസ് സൺ ഇൻ ദ ഫെയ്ത്ത്, വിശ്വാസത്തിൽ ജനിപ്പിച്ചവനായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ആത്മീയ പുത്രത്വം അത് രക്തത്തിൽ നിന്നല്ല, മറിച്ച് വിശ്വാസത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. സ്തോത്രം. ഇവർ യഥാർത്ഥത്തിൽ അബ്രഹാമിന്റെ ഡിസെൻഡൻസ് ആയിരുന്നെങ്കിലും, അബ്രഹാമിന്റെ മക്കളായിരുന്നെങ്കിലും, യഹൂദന്മാരെ യോഹന്നാൻ എന്താണ് സംബോധന ചെയ്തത്? മത്തായിയുടെ സുവിശേഷം എടുത്താട്ട് 3-ാം അധ്യായം അതിന്റെ 7 മുതൽ 9 വരെയുള്ള വേദഭാഗങ്ങൾ. മാത്യു ചാപ്റ്റർ 3 വേഴ്സ് 7 to 9. തന്റെ സ്നാനത്തിനായി പരീശരിലും സദൂക്യരിലും പലർ വരുന്നത് കണ്ടാറേ അവൻ അവരോട് പറഞ്ഞത്, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞോടി ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് ആർ? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറവാൻ തുനിയരുത്. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അവർ തന്റെ സ്നാനത്തിനായിട്ട് പരീശരിലും സദൂക്യരിലും പലർ വരുന്നത് കണ്ടാറേ അവൻ അവരോട് പറഞ്ഞത്, യോഹന്നാൻ അവരെ കണ്ടിട്ട് പറയുകയാണ്, സർപ്പസന്തതികളെ, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങളെ ഉപദേശിച്ചു തന്നതാർ? യു ബ്രൂഡ് ഓഫ് വൈപ്പേഴ്സ്. വൈപ്പർ എന്ന് പറഞ്ഞാൽ അറിയാം, അണലി അല്ലെങ്കിൽ സർപ്പം. ഇത് വിഷ അണലിയാണ്. മരുഭൂമിയിൽ കാണുന്ന, അവിടെ മനസ്സിലാക്കുന്നത് വളരെ ചെറിയ പാമ്പ്, 4 ഇഞ്ചിലധികം നീളമില്ലാത്ത ഒരു ഇലക്ട്രിക് വയറിന്റെ വലിപ്പമുള്ള ചെറിയ പാമ്പ് മരുഭൂമിയിൽ കണ്ടുവരുന്ന അണലി.
ഇത് വിഷമുള്ളതാ, ഇത് ഉപദ്രവകാരികളാ. യോഹന്നാൻ അവരെ നോക്കി വിളിക്കുന്നു, സർപ്പസന്തതികളെ. വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങളെ ഉപദേശിച്ചു തന്നത് ആർ? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറയുവാൻ തുനിയരുത്. ഇതാ അവര് പറഞ്ഞുകൊണ്ട് നടക്കുന്നേ. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട്, ഉള്ളം കൊണ്ട് പറയുവാൻ നിങ്ങൾ തുനിയണ്ട. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതുപോലെ സംഭവിച്ചോ? അവസാനം എങ്ങനെയാ നമ്മൾ വന്നേ? എവിടുന്നോ വന്നു, അല്ലേ? ഇസ്രായേൽ പൗരതയോട് യാതൊരു ബന്ധവുമില്ലാതിരുന്ന നമ്മള്, ജാതികളായിരുന്ന നമ്മള് ദൈവത്തിന്റെ മക്കളായി തീർന്നു. അബ്രഹാമിന്റെ മക്കളായി തീർന്നു വിശ്വാസത്താൽ, ദൈവത്തെ വിശ്വസിച്ചത് മൂലം. എവിടെയോ കിടന്ന നമ്മള് അബ്രഹാമിന്റെ മക്കളാണെന്ന് പറയാനുള്ള പ്രാഗൽഭ്യം കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചത് മൂലം ലഭിച്ചു. ഹല്ലേലൂയ. ഇതേ കാര്യം തന്നെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3-ാം അധ്യായം 7-8 വാക്യങ്ങളിൽ വായിക്കണ്ട. മടങ്ങി വരാം. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 8-ാമത്തെ വാക്യം. എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന് തിരുവെഴുത്ത് മുൻകണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുമ്പ് കൂട്ടി അറിയിച്ചു. എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന് തിരുവെഴുത്ത് മുൻകണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുൻകൂട്ടി അറിയിച്ചു. ശ്രദ്ധയോടെ വായിക്കാം ആ വേദഭാഗം. അബ്രഹാമിന്റെ കാര്യം പറഞ്ഞ ശേഷം ജാതികളുടെ രക്ഷ മുൻകൂട്ടി കാണുന്ന അബ്രഹാമിയ ഉടമ്പടിയെക്കുറിച്ച് പൗലോസ് പറയാൻ തുടങ്ങുന്നു. അബ്രഹാമിന്റെ കാര്യം ആദ്യം പറഞ്ഞു, അതിനുശേഷം ജാതികളുടെ രക്ഷ മുൻകൂട്ടി കാണുന്ന അബ്രഹാമിയ ഉടമ്പടിയെക്കുറിച്ച് പറയാൻ തുടങ്ങും. എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നുവെന്ന് തിരുവെഴുത്ത് മുൻകണ്ടിട്ട്. ഇംഗ്ലീഷിലൊന്ന് വായിച്ച വേദഭാഗം. And the scripture, foreseeing that God would justify the Gentiles by faith, preached the gospel beforehand to Abraham, saying, In you shall all the nations be blessed. And the scripture, foreseeing that God would justify the Gentiles by faith, preached the gospel beforehand to Abraham, saying, In you shall all the nations be blessed. And the scripture foreseeing that, എന്നാൽ തിരുവെഴുത്ത് മുൻകൂട്ടി കണ്ടിട്ട്. ഇവിടെ തിരുവെഴുത്തിന് ആളത്വം കൽപ്പിച്ചിരിക്കുന്നു. ആർക്കാ കാണാൻ സാധിക്കുന്നത്? കാണാനും കേൾക്കാനും ഒക്കെ കഴിയുന്ന ആർക്കാ? ജീവനുള്ള ഒരാൾക്കായിരിക്കണം, അല്ലേ? കാണാനും കേൾക്കാനും ഒക്കെ കഴിയുന്ന ആർക്കാ? അതിന്റെ കാരണം എന്താ? നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നില്ല, 1-ാം അധ്യായം 1-ാം വാക്യം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന് തിരുവെഴുത്ത് മുൻകണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുൻകൂട്ടി അറിയിച്ചു. ഇത് ഗലാത്യരിൽ നിവൃത്തിയായ 1-ാം പഴയ നിയമ പ്രവചനം. നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം. ഇത് ഗലാത്യരിൽ നിവൃത്തിയായ 1-ാമത്തെ പഴയ നിയമ പ്രവചനം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 3-ാം വാക്യം ഒരു പ്രാവശ്യം കൂടെ വായിച്ചാട്ട്. Genesis chapter 12 verse 3.
നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇവിടെ നിന്നിൽ എന്ന് വെച്ചാൽ അബ്രഹാമിന്റെ സന്തതിയായ മശിഹായിൽ കൂടി സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന് ദൈവം അരുളി ചെയ്തു. അബ്രഹാമിന്റെ സന്തതിയായി പിറക്കുന്ന മശിഹ, അവനിൽ കൂടി സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. യോഹന്നാൻ 8-ാം അധ്യായം അതിന്റെ 56-ാമത്തെ വാക്യം വായിച്ചിട്ട്, ബുക്ക് ഓഫ് ജോൺ ചാപ്റ്റർ 8 വേഴ്സ് 56. നിങ്ങളുടെ പിതാവായ അബ്രഹാം എന്റെ ദിവസം ഉള്ളത് കൊണ്ട് ഉല്ലസിച്ചു, അവൻ കണ്ട് സന്തോഷിച്ചിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. നിങ്ങളുടെ പിതാവായ അബ്രഹാം എന്റെ ദിവസം കാണും എന്നുള്ളത് കൊണ്ട് ഉല്ലസിച്ചു. ഇത് അബ്രഹാം നേരത്തെ അറിഞ്ഞെന്നല്ലേ വചനം പറയുന്നേ? നിങ്ങളുടെ പിതാവായ അബ്രഹാം എന്റെ ദിവസം കാണും എന്നുള്ളത് കൊണ്ട് ഉല്ലസിച്ചു. ഇതാരാ പറയുന്നേ? യേശുവാ പറയുന്നേ. അവൻ കണ്ട് സന്തോഷിച്ചും ഇരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ആ ദിവസത്തിന്റെ ആഗമനം കാണാം എന്നതിനാൽ അബ്രഹാം സന്തോഷിച്ചു. ഹല്ലേലൂയ. ഇവിടെ നാം വായിച്ചു, നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുൻകൂട്ടി അറിയിച്ചു. എന്ത് അനുഗ്രഹമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? നീതീകരണം, അല്ലാതെ മറ്റൊന്നുമല്ല. ആർക്കായി അനുഗ്രഹം? സകല ജാതികൾക്കും. ഇവിടെ പറയുന്ന ഗലാത്യരും ഇതിൽ ഉൾപ്പെടും. അതായത് വിശ്വാസികൾ വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. ന്യായപ്രമാണം ആചരിക്കാതെ, യഹൂദന്മാരാകാതെ, പരിച്ഛേദന ഏൽക്കാതെ ജാതികളായി തന്നെ അനുഗ്രഹിക്കപ്പെടുന്നു. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം അതാ. നമ്മൾ യഹൂദന്മാരല്ല, യഹൂദന്മാരാകാനും കഴിയത്തില്ല. ദൈവം തെരഞ്ഞെടുത്ത ജാതിയായിരുന്നത്. നമ്മൾ ന്യായപ്രമാണമൊന്നും ആചരിച്ചിട്ടില്ല, നമ്മൾ പരിച്ഛേദന ഏറ്റില്ല. ജാതികളായി തന്നെ നാം അനുഗ്രഹിക്കപ്പെടുന്നു. വിശ്വസിക്കുന്നവർ ആരായാലും വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. അതാ 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത്. നമ്മൾ വായിക്കാൻ പോകുന്നത് 9-ാമത്തെ വാക്യം വായിച്ചാട്ടെ. അങ്ങനെ വിശ്വാസിയായ അബ്രഹാമിനോടുകൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. അങ്ങനെ വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. ഇനി പാരമ്പര്യം പറഞ്ഞാൽ, മോശയ്ക്ക് ന്യായപ്രമാണം ലഭിക്കുന്നതിന് മുൻപ്, ലേവ്യ പൗരോഹിത്യം നിലവിൽ വരുന്നതിന് മുമ്പ്, അവരുടെ പൂർവ്വ പിതാവായ അബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദത്തത്താൽ വിശ്വാസികളായി തീർന്ന് അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെട്ടവരാ നമ്മൾ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ പാരമ്പര്യമൊക്കെ കേൾക്കാറുണ്ടല്ലോ, ഞങ്ങൾ പുരാതന സുറിയാനി കുടുംബമാ, അല്ലെ? പൗരോഹിത്യത്തിൽ, അഹ്റോന്റെ പൗരോഹിത്യത്തിൽ വിശ്വസിക്കുന്നവരാ. എന്നാൽ ഈ വചനപ്രകാരം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. മോശയ്ക്ക് ന്യായപ്രമാണം കൊടുക്കുന്നതിന് മുൻപ്, ലേവ്യ പൗരോഹിത്യം നിലവിൽ വരുന്നതിന് മുൻപ്,
അവരുടെ പൂർവ്വപിതാവായ അബ്രഹാമിന് ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തു. ആ വാഗ്ദത്തത്താൽ വിശ്വാസികളായി തീർന്ന് അബ്രഹാമിനോടുകൂടെ അനുഗ്രഹിക്കപ്പെട്ടവരാ നമ്മൾ ഓരോരുത്തരും. അപ്പൊ നമ്മുടെ പാരമ്പര്യം എവിടെയാ കിടക്കുന്ന വാസ്തവത്തിൽ? മോശയ്ക്കും അഹ്റോനും മുന്നേ അവരുടെ പൂർവ്വപിതാവായ അബ്രഹാമിനോട് കൂടെയാ നമ്മളുടെ സ്ഥാനം. അങ്ങനെ നാം അവന്റെ മക്കളായി തീർന്നു എന്ന 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത്. വിശ്വാസത്താൽ. നിന്റെ സന്തതി മൂലം ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തപ്പോൾ അവൻ ഒരു വ്യവസ്ഥയും വെച്ചില്ല. വെച്ചോ? അതാണ് കൃപ. നിന്റെ സന്തതി മൂലം ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. റോമലേഖനം 3-ാം അധ്യായം 24-ാമത്തെ വാക്യം വായിച്ചിട്ട്, ബുക്ക് ഓഫ് റോമൻസ് ചാപ്റ്റർ 3 വേഴ്സ് 24. അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. ശ്രദ്ധയോടെ വായിക്കുക. അവന്റെ കൃപയാൽ. ആരുടെ കൃപയാൽ? ദൈവത്തിന്റെ കൃപയാൽ. റോമലേഖനം 11-ാം അധ്യായം 6-ാമത്തെ വാക്യം കൂടി, ബുക്ക് ഓഫ് റോമൻസ് ചാപ്റ്റർ 11 വേഴ്സ് 6. കൃപയാലെങ്കിൽ പ്രവൃത്തിയാലല്ല, അല്ലെങ്കിൽ കൃപ കൃപയല്ല. കൃപയാലെങ്കിൽ പ്രവൃത്തിയാലല്ല, അല്ലെങ്കിൽ കൃപ കൃപയല്ല. അവന്റെ കൃപയാൽ, അതായത് പ്രവൃത്തിയാലല്ലെന്ന്. കൃപയാലെങ്കിൽ പ്രവൃത്തിയാലല്ല, അല്ലെങ്കിൽ കൃപ കൃപയല്ലെന്നാണ് എഴുതിയത്. സോ ദൈവത്തിന്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം, അതൊരുവന്റെ പ്രവൃത്തിയാൽ സംഭവിച്ചതല്ല, ക്രിസ്തുവിനെ വിശ്വസിച്ചതിനാൽ സംഭവിച്ചതാ. ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെട്ടത്. ഞാൻ ഇന്നതൊക്കെ ചെയ്തു, അങ്ങനെ ഞാൻ രക്ഷ വിലയ്ക്ക് വാങ്ങിയെന്ന് തോന്നാറുണ്ടോ? ഞാൻ പള്ളി വിട്ടു, ഞാൻ പെന്തക്കോസ്ത് കൂട്ടായ്മയ്ക്ക് പോകുന്നു, ഞാൻ രക്ഷിക്കപ്പെടാൻ കൈപൊക്കി, ഞാൻ എഴുന്നേറ്റ് നിന്നു, സാക്ഷ്യം പറഞ്ഞു, ഞാൻ സ്നാനപ്പെട്ടു, ഞാൻ കർത്തൃമേശ എടുത്തു, ഞാൻ ദശാംശം കൊടുത്തു. ഇതൊന്നും വേണ്ട എന്നല്ല, ഇതെല്ലാം വേണം, ചെയ്തതെല്ലാം നല്ല കാര്യം. ഞാൻ വില കൊടുത്ത അവിശ്വാസത്തിൽ വന്നതെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ ആൾക്കാര്? ഞാൻ വില കൊടുത്ത അവിശ്വാസത്തിൽ വന്നതും നിൽക്കുന്നതും. നീ ഒരു വിലയും കൊടുത്തിട്ടില്ല, വില കൊടുത്തത് ദൈവമാ. നീ നീതീകരിക്കപ്പെട്ടത് സൗജന്യമായി, നീ രക്ഷിക്കപ്പെട്ടത് കൃപയാൽ. അതാ വചനം പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി അത്രേ നീതീകരിക്കപ്പെട്ടത്. ഹല്ലേലൂയ. 9-ാം വാക്യത്തിൽ നാം ചിന്തിച്ചു, അങ്ങനെ വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മൾ എന്താ ചിന്തിക്കുന്നത്? 3-ാം അധ്യായം ന്യായപ്രമാണം കൂടാതെ വിശ്വാസത്താൽ മാത്രമാണ് രക്ഷയെന്ന് തെളിയിക്കുവാൻ തക്കവണ്ണം അപ്പോസ്തലനായ പൗലോസ് 4 വിധ തെളിവുകൾ ഈ അധ്യായത്തിൽ നിരത്തുന്നു. അതിലെ 1-ാമത്തെ തെളിവ്
ഗലാത്യർക്കുണ്ടായ അനുഭവം, അവരുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം, അത് പൗലോസ് അവർക്ക് ചൂണ്ടിക്കാട്ടി അവരുടെ തെറ്റ് തിരുത്തുന്നു. രണ്ടാമത്തെ കാര്യം ഈ രാത്രികാലം നമ്മൾ ചിന്തിച്ചത്, അതിന്റെ 6 മുതൽ 9 വരെയുള്ള വേദഭാഗങ്ങൾ അബ്രഹാമിന്റെ മാതൃക. ദൈവത്തിന് സ്തോത്രം. ന്യായപ്രമാണം കൂടാതെ വിശ്വാസത്താൽ മാത്രമാണ് രക്ഷ എന്ന് തെളിയിച്ച അപ്പോസ്തലനായ പൗലോസ്. ബാക്കിയുള്ള 2 ഭാഗങ്ങൾ ദൈവം അനുവദിച്ചാൽ അടുത്തുള്ള ക്ലാസ്സുകളിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യുവാൻ തക്കണം. ദൈവം സഹായിക്കട്ടെ. കേട്ട വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ തക്കണം പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.